അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ക്രിസ്തത്വ സഹോദര സഹോദരിമാരെ, ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നുള്ള വിഷയമായിട്ട് ജുമാഅത്തോ വിഷയ, അതായത് ഹസായിസുൽ ജുമാഅത്തോ സ്പെഷ്യലായിട്ട് ആക്കണ പോലത്തോ ചില വിഷയ ആയിട്ട് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നോളൂ. 5 വിഷയം ഞങ്ങൾ മനസ്സിലാക്കി പഠിച്ച. ഇനി 6ാമത്തെ പോയിൻ്റ് ആയിട്ട് ഇനി ബാക്കി 5 പോയിൻ്റ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡിൽ മനസ്സിലാക്കട. 6ാമത്തെ പോയിൻ്റ് ആയിട്ട് 6ാമത്തെ ഒരു വിഷയ ജുമാഅത്തോ സ്പെഷ്യൽ ആക്കണ പോലത്തെ ഒരു വിഷയം ആയിട്ട് ഖിറാഅത്തു സൂറത്തുൽ കഹ്ഫ് ഫി യൗമിഹ. ജുമാഅത്ത് നാൾ അണ്ടത്തെ നാൾ ഞങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത്. അതായിട്ട് ബാക്കി നാളിൽ വെച്ചിട്ട് അത് സ്പെസിഫൈ ആക്കണം. അതിക്കുള്ളത് ബാക്കി നാളിലോടും ഒരു സൂറത്ത് പ്രത്യേകിച്ച് ഒരു സൂറത്ത് ഓതർ ഫضലില്ല. മാത്രമല്ല ജുമാഅത്തുള്ള നാല് ജുമാഅത്തുണ്ട് ബിലാസലുണ്ട് പ്രത്യേകിച്ചിട്ടും സൂറത്തുൽ കഹ്ഫ് ഓതു ഒരു ശ്രേഷ്ഠത്തുണ്ട്, അതിക്കുള്ളതായ ഒരു ഫضലുണ്ട്. അത് സ്പെഷ്യലി അത് ജുമാഅത്തുണ്ടായിട്ട് ഓതനായി ചെന്ന് ഹദീസ് ಬಂದದ್ದು കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതായിട്ട് അബു സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയിട്ട് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, അതായത് ആരെങ്കിലും ഓർത്ത സൂറത്തുൽ കഹ്ഫ് ജുമാഅത്ത് നാൾ ജുമാഅത്ത് ഓർത്ത ബിലാസണ്ട് ഓതുന്നുണ്ടായെങ്കിൽ സതഅ ലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ ഐനാനി സമ, അതായത് ಅವನಿಗೂ ಸತ್ತ ಆಚೆಂಗೆ ಅವನು ஒரு ಲೈಟ್ ಅವನು ஒரு ಪ್ರಕಾಶ ಇಟ್ಟಿದ್ದೀರಿ ನೂರು அவங்க ஒரு ಪ್ರಕಾಶ ஒரு ಪ್ರಕಾಶಿಕ್ಕಿರ ಅವನ ஒரு ಲೈಟ್ ರೇಡಿಯಂಟ್ ಇಟ್ಟಿಕ್ಕಡೆ ಮಿನ್ ತಹ್ತಿ ഖദമിഹി ഇലാ ഐനാനി സമ, അവൻ്റെ കാലിൻ്റെ അടിയിൽ പിടിച്ചിട്ട് ഐനാനി സമ ഐനാനി ചെന്നെങ്കിൽ അത് ആകാശ ഈ നിറഞ്ഞുകൊണ്ട് ക്ലൗഡ് ഇക്കടെ പോലത്തെ ഇത് കേട്ടിട്ട് ഐനാൻ ചെന്ന്, അതായത് കാലിൽ പിടിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലിൽ പിടിച്ചിട്ട് അവൻ്റെ മേൽത്തോൽ ആകാശത്തോൽ അവൻ്റെ വെൽക്കറ പോലത്തെ, അതായത് അവൻ്റെ പ്രകാശിപ്പിക്കട പോലത്തെ ആ സൂറത്തുൽ കഹ്ഫ് അവൻ്റെ പ്രകാശിപ്പിക്കൽ ചെന്നിരിക്കണം മനസ്സിലാകും. അതായത് ചെന്നത് സതഅ ലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ ഐനാനി സമ, അവൻ്റെ കാലിൽ അടിയിൽ പിടിച്ചിട്ട് അവൻ്റെ ആകാശ മേൽത്തോൽ அவங்க ஒரு നൂറ് அவங்க ஒரு வெளிச்சம் എന്താ ചെന്നെങ്കിൽ അവനോട് പ്രകാശിപ്പിക്കുക ചെന്ന് യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളുണ്ട് അത് കൊണ്ടിട്ടു ആ പ്രകാശം കൊണ്ടിട്ടു അവന് പ്രകാശിപ്പിക്കപ്പെട, അല്ലെങ്കിൽ അവന് ലൈറ്റ് ഇടപെട്ടു അവൻ ഒരു അവിടെ ഖിയാമത്ത് നാളുണ്ട് ഒരു പ്രകാശമായിട്ട് നിൽക്കണണ്ടായിട്ട് ഓ ഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅത്ത് ഇടയിൽ എന്തെല്ലാം തപ്പാക്കിയാണ് അത് 2 ജുമുഅത്ത് ഇടയിൽ മാഫാക്കപ്പെട്ടു ചെന്നും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഈ ഹദീസ് ഇമാം ഹാക്കിം ബൈഹഖി ഇമാം നസായി റഹിമഹുല്ലാഹ് ಇದರ ಸಹೀಹ್ ಹಾಕಿಟ್ಟು ಇದರ ಅಂಗೀಕರಿಸಿದ ಹಾಕಿಮ್ ಸಹಾಹು ಅದರ ಸಹೀಹ್ ಹಾಕಿ ചെന്നും ഈ ನಂಗೆ ಪಂಡಿತമാർ പടി ಬರ್ತಾನೆ ನಂಗೆ കാണാം ഈ ഹദീസ് സഹീഹ് ചെല്ലത്. അപ്പോൾ ഇതെടുക്കുക 6ാമത്തെ ഫضൽ, അതായത് സൂറത്തുൽ കഹ്ഫ് ഓതുന്നത്. ಅದರ ಹದೀಸ್ನ മനസ്സിലാക്കിയ. 7ാമത്തെ വിഷയം ഇട്ടിട്ട് അന്ന ഫീഹി സയാത്തുൽ ഇജാബ, ഈ ബിലാസിനൊരു ಇನ್ನೊಂದು ಬೇರೆ ಸ್ಪೆಷಲ್ ಆಕಡೆ ವಿಷಯ ಇಟ್ಟಿಕಡೆ ಆ ബിലാസുണ്ട് ജുമുഅത്തുണ്ട് ഒരു സയാത്തുൽ ഇസ്തിജാബ ഉണ്ട്, അതായത് ഒരു ഉത്തര കിട്ടുന്നതായ ഒരു സമയമുണ്ട്, ഒരു വക്തുണ്ട്. അണ്ട് അതായിട്ട് ചില പണ്ഡിതന്മാർ ഇടയിൽ അത് ഒരു ഇഖ്തിലാഫുള്ള ഒരു വിഷയമായിട്ട് അത് എപ്പോൾ ചെന്ന് ബിലാസുണ്ട് ഉള്ളത് ഒരു പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു മുവാഫക്കത്തുണ്ട്. മാത്രം അത് എല്ലാവർക്കും ഏകാഭിപ്രായം ഇട്ടിട്ട് ബിലാസുണ്ട് ഒരു ദുവ സ്വീകരിക്കപ്പെട്ടു അങ്ങനെ പ്രാർത്ഥന എല്ലാം സ്വീകരിക്കപ്പെട്ട ഒരു വക്തും ചെന്ന് പണ്ഡിതന്മാരെ വിട്ട് ഒരു ഇഖ്തിലാഫില്ല. മാത്രമല്ല ഇഖ്തിലാഫുള്ളത് എപ്പോൾ ഇട്ടിക്കടി ഏതായിട്ടിക്കടി അത് സമയം ചെന്ന് അവിടെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതിൻ്റെ ഫത്ഹുൽ ബാരിയിൽ 40 മുട്ട പണ്ഡിതന്മാർ അക്വാൽ കൊണ്ട് നമുക്ക് കാണാം. മാത്രമല്ല ഞങ്ങളുടെ മനസ്സിലാക്കുള്ളത് അതിൽ പണ്ഡിതന്മാർ ഏറ്റവും കാട്ടിയത് നമുക്ക് 2 അഭിപ്രായമായിട്ട് നമുക്ക് അത് എതിർപ്പിച്ച് കാണാം. ഒന്ന് ഇമാം ഒരു ഖതീബ് മെമ്പർക്ക് പറ്റിയിട്ട് നിസ്കാര നിർവഹിക്കുന്നതോലും അതിലിടയിലുള്ള സമയമായിട്ട് ചെന്ന് പണ്ഡിതന്മാർ ചെന്നുകൊള്ളാറ് അതിൽ അഭിപ്രായപ്പെട്ടങ്ങുള്ളാറ് അതൊക്കെ പണ്ഡിതന്മാരൊട്ടിക്ക് ദലീലുണ്ട്. പിന്നെ വേറൊരു വിഭാഗമായിട്ട് പണ്ഡിതന്മാർ ചെന്നത് അത് അസർ നിസ്കാരത്തിന് ശേഷം അസർ നിസ്കാരത്തിൽ പിന്നായിട്ട് ചെന്ന് അസർ നിസ്കാരം പിടിച്ചിട്ട് ആ മഗ്രിബ് ഇടയിലായിട്ട് അതായിട്ട് ആ സമയം ചെന്ന് പണ്ഡിതന്മാർ ചെന്നതുള്ളൂ. അതിക്ക് നമുക്ക് താബീനിൽ പെട്ടോ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അത് ഭയങ്കര വലിയൊരു താബീനായിട്ട് ഇന്ന് അതിൽ നമുക്ക് ഒരു അസറിൽ അതിൽ വിഷയത്തിൽ നമുക്ക് കാണാം. അതിൽ അസറിന് തെറ്റുണ്ടായെങ്കിൽ അതിൽ അസർ നിസ്കാരം തെറ്റുണ്ടായി പിന്നെ എഞ്ചോണ്ടില്ല എന്ന് അതിൽ അതേപോലെ അതിൽ ചെല്ലു അതിൽ ആ സമയത്തിന് ദ്വാർന്നത് ഒന്നും അതിൽ കിട്ടാണ്ടായിട്ടില്ല. അതായത് അതിൽ എന്തെല്ലാം കേട്ടിട്ട് അതിൽ എല്ലാം ആ ജുമുഅത്തോ അസർ നിസ്കാരത്തിൽ പിന്നെ തെച്ചിട്ട് അതിൽ ദ്വാർന്ന ആ സമയത്ത് കൊണ്ടിട്ട് അതിൽ കിട്ടിയിട്ട് ചെന്നിട്ട് അതിൽ ആസാറിൽ അതിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഒരു ഹദീസ് അടിക്കറ് ഇതിലോ സ്ഥിരപ്പെട്ടത്, അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു ഷൈഅ,
ഇല്ല ആത്താഹു ഇയ്യാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അതായത് ജുമാഅത്തിൽ വെച്ചിട്ട് ഒരു ഖണ്ഡിതമായിട്ടും ഒരു വക്തുണ്ട്, ഒരു സാഅത്തുണ്ട്, ഒരു സമയമുണ്ട്. അതെന്താ വെച്ചെങ്കിൽ ലാ യുവാഫിഖു അബ്ദുൽ മുസ്ലിമു വഹുവ ഖായിമുൻ. അത് ഒർക്കത്തും ഒരു മുവാഫക്കത്തല്ല. എങ്ങനെ ചെന്ന് ഇങ്ങനല്ലാണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു അടിമ അവൻ നിന്നിട്ട് അതായത് നിസ്കരിച്ചിട്ട് അള്ളാഹുറട്ടി കേൾക്കറ, അവൻ കേട്ടോണ്ട് റബ്ബുറട്ടി കേട്ടോല്ല. ഇല്ല ആത്താഹു യസ്അലുല്ലാഹു ഷൈഅ ഇല്ല ആത്താഹു. അള്ളാഹുറട്ടി എന്തായാലും കേട്ടോല്ല, അത് അള്ളാഹു അവൻ കൊടുക്കണ്ടിക്കാലാണ്ട്. അതായിട്ട് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഹദീസിലെ അടിസ്ഥാനത്തിലായിരിക്കും പണ്ഡിതന്മാർ ചെന്നത്. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റാജിഹാക്കിയ ഒരു പൽക്കേട്ടിക്കിട്ട് അസറിൽ പിന്നത്തെ സമയം എന്ത്. അപ്പോൾ രണ്ടും ഞങ്ങൾ സമയം ഉപയോഗപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഈ സമയത്ത് ഞങ്ങൾ വിടാണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഞങ്ങൾക്ക് ആവശ്യകത എന്തെല്ലാം ഞങ്ങൾ പ്രാർത്ഥന എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ ഈ സമയത്ത് മാറ്റിയിട്ട് അത് വെച്ചിട്ട് ആ സമയത്ത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. യാത്ത ആൽമറ ഗഫ്ലത്തുള്ള ഒരു സമയമായിട്ടിക്കിട്ട് വെള്ളിയാഴ്ച അസറിൽ പിന്നത്തെ ടൈം അത് ഞങ്ങൾ ആയത്തിറങ്ങി ഈ ദ്വാർന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കരുതില്ലെങ്കിൽ അതെന്താക്കണം, അത് ബിസി ആക്കണം ആ സമയം. ಅದಕ್ಕೆ ಚೆನ್ನಿ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತആല ಅಂಡಿ ಆ ಜುಮಾತ್ ಕೊಡ್ತು ಸ್ಪೆಷಾಲಿಟಿ ಇಟ್ಟಿಕ್ರಿ ಆ ಅಂಡത്തെ നാല് ദുആ സ്വീകരിക്കപ്പെട്ട ഒരു സമയം ചെന്ന്. പിന്നെ എട്ടാമത്തെ വിഷയം ഇട്ടിക്കിട് യുഷ്റഉ ഗാലിബൻ അൽ ഖിറാഅത്തു ഫി ഫജ്ർ അൽ ജുമുഅ സൂറത്തുൽ സജ്ദ. അതായത് ഈ യാർത്തിൽ ജുമാഅത്ത് സുബഹി ഫജ്ർ നിസ്കാര ನಂಗೊಂತು ഫജ്ർ നിസ്കാരത്തെ വിഷയത്തിൽ അണ്ട് ശ്രേഷ്ഠത വന്നത് എല്ലാ നിസ്കാരത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരമായിട്ട് ഫജ്റിന്റെ നാലിൽ വെച്ചിട്ട് സുബഹി നിസ്കാരം. അതായിട്ട് എല്ലാ നിസ്കാരത്തിൻ്റെ ഉത്തമമായ നിസ്കാരത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പഠിപ്പെട്ടത് കാണാം. പിന്നെ അതായിട്ട് ചെന്നത് അത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജ്ദ അലിഫ് ലാം മീം സജ്ദ ചെല്ല് ആ സൂറത്തായിട്ട് സുന്നത്തായിട്ടുള്ളത്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാൽ ഇൻസാൻ ഹീനു മിന ദഹർ ചെല്ലൊരു സൂറത്തുൽ ഇൻസാൻ ആയിട്ട് അതായിട്ട് നമുക്ക് രണ്ടാമത്തെ റക്അത്തിൽ ഓതുകൂ. അതായത് പൂർണ്ണമായിട്ട് ഓതുന്നതായിട്ട് സുന്നത്ത്. അതായിട്ട് വിലാസ സംബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സ്പെഷ്യൽ അതിക്കൊരു സ്പെഷ്യലായിട്ട് സുന്നത്തായിട്ടുള്ള ഒരു രണ്ട് സൂറത്ത് സൂറത്തുൽ സജ്ദും സൂറത്തുൽ ഇൻസാൻ. ഒന്നാമത്തെ റക്അത്തിൽ സജ്ദ, രണ്ടാമത്തെ റക്അത്തിൽ ഇൻസാൻ. അത് സ്വലാത്തുൽ ഫജ്ർ ബിലാസ് രണ്ട് നിസ്കരിക്കുമ്പോൾ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട്. പിന്നെ ഒലിമാമത്തിന് മനസ്സിലാക്കുന്നത് അന്ന ഫീൽ ഖുത്വത്തുല്ലത്തി യഖ്സിദ് ബിഹ സനാ അല അല്ലാഹ്. അതായത് ഈ ബിലാസ് ചെല്ലുന്ന നാളിൽ വെച്ചിട്ട് അത് സ്പെഷ്യലാക്കുന്ന ഒരു വിഷയമായിട്ട് അണ്ട് ഒരു ഖുത്വ ഉണ്ട്. അണ്ട് ഒരു ഖുത്വ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ശരീഅത്തിൽ കോന്നറ നമുക്ക് പരിപാടി തന്നറ. ആ ഖുത്ബത്തിൽ വെച്ചിട്ട് അള്ളാഹുടെ പുകഴ്ത്തറ, അള്ളാഹുടെ സനാ ആക്കട പുകഴ്ത്തറ, പരിപൂർണത്തെ അള്ളാഹു ഉള്ളതായ പരിപൂർണത്തെ കൊണ്ടിട്ട് ഞങ്ങൾ അള്ളാഹുടെ നല്ല രീതിയിൽ അവൻ്റെ സ്മരിക്കറ, അതുകൊണ്ട് ഞങ്ങൾ പുകഴ്ത്തറ. അതേപോലെ അള്ളാഹുടെ മജ്ജിദറോ അതുകൊണ്ട് ഞങ്ങൾ മെച്ചിട അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതുകൊണ്ട് ಅವನು ಮೀನಿಂಗನ ಮೇಲೆ ಅನುಗ್ರಹಿಸಿದ ಈ ನಿಯಮತ್ತು ಕೊಂಡಿಟ್ಟು ನಂಗೆ ಅಲ್ಲಾಹುಡು ಮೆಚ್ಚರ ಪುಗುಳ್ತರ, ಅಲ್ಲಾಹುಡು ತಾದೀಮ್ ಆಕ್ರ ನಂಗೆ. അതേപോലെ ನಂಗೆ അള്ളാഹുടെ വഹദാനിയത്തും റബ്ബുൽ സുബ്ഹാനഹു തആല തൗഹീദ് ഏകത്വത്തിൽ അള്ളാഹുടെ വഹദാനിയത്തും ഞങ്ങൾ എന്താ അവിടെ ഞങ്ങൾ സാക്ഷിയോടെ എല്ലാ മുസ്ലിമിങ്ങൾ സാക്ഷിയോടെ അതായിരിക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് ഞങ്ങൾ ചെല്ലത ഞങ്ങൾ ചെല്ല കേൾക്കുന്നത് അങ്ങായിട്ടില്ല. അതേ ജന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തുക്കും ഞങ്ങൾ സാക്ഷിയോടെ ഖൈറൽ ഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചെല്ലത് ഞങ്ങൾ കേൾക്കണങ്ങായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയായിട്ടിക്കട് അതായിരിക്കും നബിയുടെ ചെറിയ നബിയുടെ റിസാലത്തിൽ ഞങ്ങൾ അവിടെ സാക്ഷി ആയിട്ടുള്ള റിസാലത്ത്. പിന്നെ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമമാർക്ക് ഒരു തദ്കീറായിട്ട് വെച്ചുള്ള ഒരു നാലായിട്ടിക്ക് അണ്ടത്തെ നാല് ഒരു വാർത്തയിൽ വെച്ച് ഒരു നാല് സ്പെസിഫൈ ആക്കണ ഖുത്ബ അണ്ട് എത്ര മിനിമാർക്ക് ഞങ്ങൾ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ ഒരു തദ്കീറായിട്ട് കൊടുക്കുന്നത് വാദായിട്ട് നമുക്ക് ഒരു ഓർമ്മയായിട്ട് ഓർത്തുതല്ലി കൊടുക്കണമെന്നോ അണ്ടത്തെ നാല് ഞങ്ങൾ ഓർത്ത് കൊടുക്കുക. അള്ളാഹുടെ നിഅമത്തും അള്ളാഹുടെ ദീൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഒന്നൊന്ന് പുതിയ പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചത് ഞങ്ങൾ ഇന്നൊക്കെ റീയായിട്ട് ഓർക്കണം നെനപ്പാക്കണം. അതായിരിക്കും രണ്ടത്തെ നാളിൽ ഒരു ഒലിമത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. പിന്നെ അതിൻ്റെ പത്താമത്തേതായിട്ട് ലാസ്റ്റ് അവസാനമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി വലൈസ ലഹ റാത്തിബത്തുൻ ഖബ്ലഹ മനസ്സിലാക്കുന്നത് നിസ്കാര ഈ ജുമഅത്തുണ്ട് ജുമ ഫർദ നിസ്കാരം പിന്നെ അതിൽ മുന്നൂറിലായിട്ട് ഒരു റവാത്തിബായിട്ട് അതായത് റാത്തിബായിട്ട് ഉള്ള നിസ്കാരമില്ല സുന്നത്തായിട്ട്. അതായത് ഒരു ഫർദക്ക് ചേർന്നിട്ടുള്ളതായ ഒരു സുന്നത്തായി നിസ്കാരമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ജുമ അല്ലാണ്ട് ബാക്കി സമയത്തിൽ റവാത്തി നിസ്കാരമുണ്ട്. 12 റക്കാത്തും ഒരു ഹദീസിൽ വന്ന് 10 റക്കാത്തുണ്ട്, ഒരു ഹദീസിൽ വന്നത്. അപ്പോൾ ജുമാഅത്ത് കേന്ദ്രമില്ല ഒരു ജുമ നിസ്കാരം ഫർദ് നിസ്കാരത്തെ മുന്നൂറായിട്ട് ഏതൊരു റാത്തിബത്തായിട്ടുള്ള ഒരു നിസ്കാരമില്ല. മാത്രമല്ല അവൻ നാഫിൽ ഇഷ്ടം എത്ര പേരും അവൻ അത്ര നിസ്കരിക്കാണ്ടായിട്ട്. പിന്നെ അവിടെ ഉള്ളത് നെക്സ്റ്റ് അവന് ജുമ നിസ്കാരമായിട്ട് ഫർദായിട്ടുള്ള ജുമ നിസ്കാരം അയാൾ പിന്നെ അവന് നിസ്കരിക്കുമായിട്ട് ഉള്ളത്. അത് ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ടാക്കിയത് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹ 4 റക്അത്ത്. അതായത് ആരെ നിങ്ങളതിൽ ആരെയും കൊടുത്ത
ജുമ നിസ്കരിച്ചാൻ ജുമ ഫർദായ നിർവഹിച്ചാൻട്ടായെങ്കിൽ അവൻ അതിൽ പിന്നെ അവൻ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. നബി സല്ലല്ലാഹു ഇത് കൽപ്പിച്ചതായിട്ടിരിക്കണം. അപ്പം സുന്നത്ത് നിസ്കാരം 4 റക്അത്തായിട്ടിരിക്കണം നമുക്ക് കാണാം. പിന്നെ വേറെ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് 2 റക്അത്തായിട്ട് ബന്ധത്ത് നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ജുമ നിസ്കാരായാലും ഫർദായാലും പിന്നെ നമുക്ക് 4 റക്അത്ത് അല്ല 2 റക്അത്ത് ഞങ്ങൾ നിസ്കരിക്കാണ്ടായിട്ടിക്കറി നമുക്ക് മനസ്സിലാക്കുള്ളത് 4 റക്അത്തായിട്ടിക്കറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപയോഗിച്ചാൽ നിങ്ങൾ അത് ഫേൽ നബിയുടെ കൽപ്പനയായിട്ട് വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരോ അണ്ടത്തെ നാളത്തോ ഞങ്ങൾ വിശേഷിപ്പിച്ചിട്ട് ഒരിടത്തിൽ ഗൗരവമായിട്ടും കണ്ടിട്ട് അതിന് മേലെ ഞങ്ങൾ മുന്നേ പഠിച്ച് മനസ്സിലാക്കിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയും കുമ്പറുകയും അതേപോലെ ഞങ്ങൾ വേറെ എത്തുപാട്ടുകയും ഉള്ളതും തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.